ചങ്ങായിമാരെ ഡ്രാഗൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ അങ്ങനെ ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം തിരിച്ചു വന്നിരിക്കുകയാണ്. ചെറിയൊരു ഇടവേള, ജസ്റ്റ് 13 ഡേയ്സ്. അങ്ങനെ ഞാൻ ഇന്ന് ഇവിടെ സിനിമ ഒപ്പീനിയനുമായിട്ടൊന്നുമല്ല എത്തിയേക്കണേ. ഞാൻ ഇന്ന് ഇവിടെ പറയാൻ പോകുന്ന ഒരു അനിമിയെ പറ്റിയാണ്. അനിമി എന്ന് പറഞ്ഞാൽ ജപ്പാനീസ് അനിമേറ്റഡ് സീരീസുകളൊക്കെ വിളിക്കുന്നത് അനിമീന്നാണ്. ഈ ഒരു അനിമി, അതായത് ഞാൻ ഇപ്പം പറയാൻ പോണ ഈ അനിമി കാണുന്ന മുന്നേ വരെ ഞാൻ ഈ അനിമിയെ കുറ്റം പറയുന്നവരുടെ കൂട്ടത്തിലുള്ളവനായിരുന്നു. അതായത് അനിമി എന്ന് പറഞ്ഞൊരു കാർട്ടൂണാണ്, ഇതെന്തുവാ കൊച്ചു പിള്ളേർക്കൊക്കെ കാണാനുള്ളതെന്ന് പറഞ്ഞ് കുറേ എൻ്റെ കൂട്ടുകാരന്മാരെയും, അതായത് എൻ്റെ അനിമി കാണുന്ന കൂട്ടുകാരന്മാരെയൊക്കെ കളിയാക്കിക്കൊണ്ട് കിടന്ന ഒരുത്തനായിരുന്നു ഞാൻ. ബട്ട് ഈ ഒരു അനിമി കണ്ടു കഴിഞ്ഞപ്പോൾ എൻ്റെ ആ ഒരു ചിന്താഗതി മൊത്തത്തിൽ മാറി. സീരിയസ്ലി ഗൈസ്, മൊത്തത്തിൽ. അതായത് അത്രയും നാൾ ഞാൻ ഭയങ്കര വലിയൊരു അനിമി ഹെയ്റ്ററായ ഞാൻ ഈ അനിമി കണ്ടേ പിന്നെ ഒരു അനിമി ലവറായെന്ന് തന്നെ പറയാം. ഈ അനിമീൻ്റെ പേര് നിങ്ങൾ പുതിയതായിട്ടൊന്നും അല്ലായിരിക്കും കേൾക്കണം, അറ്റാക്ക് ഓൺ ടൈറ്റൻ. ഇത് നല്ല പോപ്പുലർ ആയിട്ടുള്ളൊരു സീരീസ് ആയിരുന്നു. ആ ഇറങ്ങിയ ടൈമിലൊക്കെ ഇതിന് ഓസ്കാർ അവാർഡൊക്കെ കിട്ടിയിട്ടുള്ളതാണ്. ഞാൻ അതായത് എനിക്കിപ്പോൾ ഭയങ്കര കുറ്റബോധമാണ് ഗൈസ്. ഒന്ന്, എന്തുകൊണ്ട് ഇത്രയും കിടിലായിട്ടുള്ള ഒരു മാസ്റ്റർ പീസ് ഐറ്റം ഞാൻ ഇത്രയും ലേറ്റായിട്ട് കണ്ട്. രണ്ട്, ഞാൻ എന്തുകൊണ്ട് ഇങ്ങനെ അനിമിയെ കുറ്റം പറഞ്ഞുകൊണ്ടിരുന്നു. ഭയങ്കര കുറ്റബോധം തോന്നുന്നു ഗൈസ്. കാരണം സീരിയസ്ലി ഗൈസ്, നിങ്ങളൊരു അനിമി ഹെയ്റ്റർ ആണെങ്കിൽ നിങ്ങൾ ഈ അറ്റാക്ക് ഓൺ ടൈറ്റൻ എന്ന് പറയുന്ന ഈ സംഭവം ഇതൊന്ന് കണ്ടു നോക്കിയാൽ മതി. ഇതിൻ്റെ സീസൺ 1 കഴിയുമ്പോൾ നമുക്ക് വലിയ സംഭവമായിട്ടൊന്നും തോന്നുന്നില്ല. പക്ഷേ ഇതിൻ്റെ മുഴുവനും സീസൺ കണ്ട് കഴിയുമ്പോൾ ഗൈസ്, ഞാൻ ഉറപ്പ് പറയുക, നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടിരിക്കും. അതായത് നല്ലോണം ഇഷ്ടപ്പെട്ടിരിക്കും. കാരണം അത്രയ്ക്ക് ഇമോഷണലായാലും ശരി, ഒരു ആക്ഷനിലായാലും ശരി, എന്തൊക്കെ കാറ്റഗറി ഉണ്ട് അതിലെല്ലാം കൂടി പെടുത്താൻ പറ്റുന്ന ഒരു സ്റ്റോറിയാണ് അറ്റാക്ക് ഓൺ ടൈറ്റൻ. ഇത് ഇന്ന ജോണറിലില്ല, ഇത് പല പല ജോണറിൽ കൂടെ സഞ്ചരിക്കുന്ന ഒരു സാധനമാണ്. മാത്രമല്ല ഇതിൻ്റെ ഒരു സീസൺ 4 ലാസ്റ്റത്തെ 2 പാട്ടൊക്കെ ആയിട്ടാണ് ഇവർ ഇറക്കി വെക്കണം. അതിനെല്ലാം എന്തൊരു ആനിമേഷനാണോ! കിട്ടില്ല ആനിമേഷൻ ആ ലാസ്റ്റത്തെയൊക്കെ. മാത്രമല്ല ഇതിനകത്തൊരു ക്യാരക്ടറുണ്ട്, അതിനകത്ത് എല്ലാ ക്യാരക്ടറും അടിപൊളിയാണ്, ഒന്നിനൊന്നിനും വെച്ചാണ്. കാരണം അമ്മാതിരിയായിട്ടാണ് ഇതിൻ്റെ ക്യാരക്ടർ റൈറ്റിംഗ് ഒക്കെ. കിട്ടില്ല ക്യാരക്ടർ ഡെവലപ്മെൻറ്റാണ് ഈ ഒരു സീരീസിൽ നമുക്ക് കാണാൻ സാധിക്കും. എസ്പെഷ്യലി എഴൻ, ഈ സിനിമയുടെ നായകനും. പിന്നെ ഒരു കാര്യം പറഞ്ഞത് അല്ല, സ്പോയിലറായി പോവും. ആ ഒരു ക്യാരക്ടർ സാധനം കിട്ടില്ല. ആ ഒരു ക്യാരക്ടർ ആർക്കൊക്കെ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ലെവൈ എന്ന് പറയുന്ന ഒരാളെയാണ്. മോനെ, പുള്ളിൻ്റെ സ്വാഗ്. പിന്നെ മിക്കാസ കണ്ടു നോക്ക്, അന്നേരം അറിയാം ആരെയാന്ന്. ഗൈസ്, സീരിയസ്ലി ഞാൻ പറയുക, കിട്ടില്ല ഐറ്റമാണ്, മാസ്റ്റർ പീസ് ഐറ്റമാണ്. ഞാൻ പറഞ്ഞില്ലേ, ഇത് ഞാൻ സത്യം നേരത്തെ കാണേണ്ടായിരുന്നു. കുറേ പേരെടുത്ത് ഞാൻ ഇതെന്തുവാ അനിമിയൊക്കെ എന്തുവാ സംഭവം എന്നൊക്കെ പറഞ്ഞാൽ അവരെയൊക്കെ കുറേ ഞാൻ ധിക്കരിച്ചിരുന്നു. പക്ഷേ ഇപ്പോൾ എനിക്ക് മനസ്സിലായി ഗൈസ്, അനിമീന്ന് പറയുന്നതും കാർട്ടൂണും തമ്മിലുള്ള ഡിഫറൻസൊക്കെ. ഗൈസ്, കിട്ടില്ല സ്റ്റോറി ലൈൻ. ഒട്ടും വിചാരിച്ചില്ല എനിക്ക് ഇത്രയ്ക്കും ഇഷ്ടപ്പെടുമെന്ന്. ഒരു അനിമി നല്ലോണം ഇഷ്ടപ്പെട്ടു ഗൈസ്. എൻ്റെ ഒരു ടോപ്പ് 5 ഫേവറേറ്റിൽ എടുത്ത് നോക്കുവാണെങ്കിൽ ഇപ്പോൾ ഈ ഒരു അനിമി, അതായത് അനിമീനല്ല, മൊത്തത്തിൽ ഒരു സീരീസുകളിൽ എടുത്ത് നോക്കുവാണെങ്കിൽ എൻ്റെ ടോപ്പ് 5 ലിസ്റ്റ് ഈ ഒരു അനിമി, അതായത് ഈ ഒരു അറ്റാക്ക് ഓൺ ടൈറ്റൻ എന്തായാലും കാണും. കാരണം അത്രയ്ക്ക് ഇമോഷണലി നമ്മളെ കണക്ട് ചെയ്യും. കിടിലമാണ് ഗൈസ്. നിങ്ങളൊരു അനിമി ഹേറ്റർ ആണെങ്കിൽ ഇത് എന്തായാലും ഒന്ന് പോയി കണ്ടുപോകണം. കാരണം അതിനൊക്കെയുള്ള ഒരു മുതലുണ്ട് ഇതിനകത്ത് ഗൈസ്. സീരിയസ്ലി എന്നെ വിശ്വസിക്കുക, നിങ്ങൾ കണ്ടു നോക്കുക ഒരു അനിമി ഹേറ്റർ ആണെങ്കിൽ. പിന്നെ അറ്റാക്ക് ഓൺ ടൈറ്റൻ്റെ ഫാൻസുകൾ വല്ലതും ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. പിന്നെ കാണാത്തവർ പോയി കണ്ടു നോക്കുക. പിന്നെ ഇനി തൊട്ട് നമ്മുടെ ഈ ചാനലിൽ അനിമി ഒപ്പീനിയനും കൂടി വരുന്നതായിരിക്കും. പിന്നെ നിങ്ങളുടെ ഒരു സജഷൻ ഇട്ടാൽ നല്ലതായിരിക്കും. അടുത്ത ഏത് അനിമി കാണണമെന്ന് എൻ്റെ മനസ്സിൽ ഒരു അനിമി ഉണ്ട്. നിങ്ങളിട്ടാൽ ഞാൻ അത് കാണാൻ നോക്കാം. അന്നേരത്തേക്ക് ഓക്കെ ഗൈസ്, അപ്പം ഓക്കെ, ബൈ.